ആർത്തവം അശുദ്ധിയല്ല എന്ന് നമ്മൾ 1000 വട്ടം ഇവിടെ കിടന്ന് പറയുമ്പോഴും ആർത്തവത്തെ അശുദ്ധിയായിട്ട് കാണുന്ന ഒരു നാട് നമ്മുടെ തൊട്ട് അയൽ രാജ്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതായത് അയൽ രാജ്യത്ത് ഭരണം മാറിയതിനു ശേഷം അവിടെ ആർത്തവ അവബോധ പരിപാടികൾക്ക് പോലും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അവിടെയുള്ള ഭരണാധികാരിയായിട്ടുള്ള, അതായത് ബംഗ്ലാദേശിലെ ഭരണാധികാരിയായിട്ടുള്ള മുഹമ്മദ് യൂനിസ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലോകരാജ്യങ്ങൾ വളരെ ഞെട്ടലോടുകൂടിയാണ് ഇത് ശ്രമിക്കുന്നത്. ബംഗ്ലാദേശിൽ ഇസ്ലാമിക മതഭ്രാന്തിൻ്റെ പുതിയ വേർഷനുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. യൂനിസിൻ്റെ ഇടക്കാല സർക്കാരിൽ കാണപ്പെടുന്ന മതതീവ്രവാദത്തിൻ്റെ ഭീകരമായിട്ടുള്ള രൂപമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും സ്ത്രീകൾക്കെതിരെയും ഉള്ള അതിക്രമങ്ങളുടെ പല കേസുകളാണ് പുറത്തു വരുന്നത്. ബംഗ്ലാദേശിൽ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ പുസ്തകമേള നടക്കുകയായിരുന്നു. ഈ പുസ്തകമേളയിലെ ഒരു പ്രധാനമായിട്ടുള്ള വാർത്ത എന്തെന്നാൽ തസ്ലീമ നസ്രീൻ്റെ പുസ്തകങ്ങൾ പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞ ആ പുസ്തകമേളയ്ക്ക് തന്നെ തീയിടുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. തസ്ലീമ നസ്രീൻ്റെ പുസ്തകങ്ങളെല്ലാം കത്തിച്ച് കളയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ സ്ത്രീകളുടെ ആർത്തവ അവബോധത്തിനായി സ്ഥാപിച്ച സ്റ്റാൾ ആക്രമിക്കപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഏവരെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. നേരത്തെ നടന്ന ആക്രമണം വീണ്ടും സംഭവിക്കില്ല എന്ന് മുഹമ്മദ് യൂനിസിൻ്റെ സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ആ ഉറപ്പെല്ലാം പാഴായി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ വീണ്ടും പുസ്തകമേള ആക്രമിക്കപ്പെട്ടു. ആരോഗ്യത്തിനായി സൗജന്യ സാനിറ്ററി പാഡുകൾ വിതരണം ചെയ്യുന്ന ആ സ്റ്റാളാണ് ആക്രമിക്കപ്പെട്ടത്. പാഡുകളെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. യഥാർത്ഥത്തിൽ ആർത്തവ അവബോധ ക്യാമ്പാണ് ഇത് എന്ന് പറഞ്ഞിട്ട് പോലും ആക്രമണത്തിൻ്റെ ഒരു വീര്യം കൂടുകയല്ല, അതായത് കുറഞ്ഞിട്ടില്ല എന്നാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. എന്തായാലും പ്രാൻ RLF എന്ന ഗ്രൂപ്പ് അവരുടെ സ്റ്റാളിൽ സ്റ്റേ സേഫ് എന്ന് പേരിട്ടിരിക്കുന്ന സാനിറ്ററി പാഡുകൾ പ്രദർശിപ്പിക്കുകയും സ്ത്രീകൾക്ക് അവബോധം നൽകുന്ന ഒരു പരിപാടിയുമായിരുന്നു സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. അവ സൗജന്യമായിട്ടാണ് വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു വിഭാഗം സ്വകാര്യ ഉൽപ്പന്നങ്ങൾ അവിടെ എങ്ങനെ വിൽക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ രംഗത്തെത്തുകയായിരുന്നു. ഇത്തരത്തിലുള്ള വിൽപ്പനയെ അധാർമികമാണ് എന്ന് പറയുകയും ഇങ്ങനെ സ്ത്രീകളുടെ ആർത്തവ കാര്യങ്ങളൊന്നും തന്നെ പച്ചയ്ക്ക് പുറത്ത് പറയാൻ പാടില്ല എന്ന് പറയുകയും അത് അനിസ്ലാമികമാണെന്ന് പറഞ്ഞാണ് ഈ സ്റ്റാൾ ആക്രമിച്ചതും പാഡെല്ലാം കത്തിച്ചു കളഞ്ഞതും. ഇതിനു പുറമെ ബംഗ്ലാ അക്കാദമി ഡയറക്ടർ ജനറൽ മുഹമ്മദ് അസം പുസ്തകമേളയിൽ പുസ്തകങ്ങളല്ലാതെ മറ്റൊന്നും വിൽക്കാൻ പാടില്ല എന്നും ആ വിൽക്കുന്ന മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്യണമെന്ന് ഉത്തരവിട്ടു. എന്നാൽ ഇവ വിൽക്കുകയല്ല, സൗജന്യമായി വിതരണം ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് പോലും 2 സ്റ്റാളുകൾ കൂടെ ഉണ്ടായിരുന്നു. അത് രണ്ടും അടച്ചു പൂട്ടിക്കുകയായിരുന്നു. ഇത് മതഭ്രാന്തന്മാർക്ക് മുന്നിൽ യൂനിസ് സർക്കാർ എങ്ങനെ തലകുനിക്കുന്നുവെന്ന് കാണിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.